വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേബി പാരഡൈസ് റോസാണ്. ബേബി പാരഡൈസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബി പാരഡൈസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡഡ് ആണ്. ബേബി പാരഡൈസ് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ്ങാണ്. കാരണം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് വന്ന് ഇതിൻ്റെ ഓൺ റൂട്ടഡ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാടൻ ബഡ്ഡിങ്ങാണ്. നമ്മുടെ നാടൻ ബഡ്ഡിങ് അഥവാ നല്ലപോലെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. നാടൻ ബഡ്ഡിങ് നമ്മുടെ ക്ലൈമറ്റിൽ നല്ലപോലെ തന്നെ ഫ്ലവറിങ് ആവുകയും, നമ്മൾ ഫ്ലവറിങ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലാന്റ്സ് മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവറിങ് ആവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഇപ്പോൾ ഏത് റോസായാലും ബ്ലൂം ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് ക്രീപ്പർ ജേക്കയാണ്. കഴിഞ്ഞ വട്ടം നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ലോഡിൽ നമ്മൾ ക്രീപ്പർ ജാക്കിയുടെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 100 തൈകളാണ് ഓർഡറിൽ വന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ വട്ടം നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റാത്തത് കാരണം അവർക്കുള്ള പ്ലാന്റ്സും ഇത്തവണ നമ്മൾ കൊറിയറിൽ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പർ ജാക്കിയുടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ വട്ടം നമുക്ക് സെയിലിനായിട്ടുണ്ടായിരുന്നത് നാടൻ ബഡ്ഡിങ് ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്ന തൈകളാണ് റെഡി ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരുപാട് വലിയ ഹൈറ്റുള്ള പ്ലാന്റ്സ് അല്ല, ഒരു മീഡിയം സൈസാണ്. നല്ല ബുഷി ആയിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള തൈകളാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിങ് പാറ്റേൺ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഫ്ലവർ ഒരു ചന്ദന കളറും പിന്നെ നെക്സ്റ്റ് ഡേ ആക്കുമ്പോൾ വൈറ്റിലോട്ട് മാറുന്നതുമാണ് കേട്ടോ. പിന്നെ ഇതാണ് ഒരുപാട് പേര് ലോഡിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടതും എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളതും എൻക്വയറീസ് വരുന്നതും ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത് ഇത് നമ്മുടെ ബ്ലാക്ക് റോസ് ആണ്. ബ്ലാക്ക് റോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ചില സമയത്ത് വിരിയുമ്പോൾ ഒരു റെഡിഷ് കളർ കയറി വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ നിന്നല്ല എവിടെ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ വിരിയുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാറിയിട്ട് ചെറിയൊരു റെഡ് കയറി വരും, പിന്നെ അത് ബ്ലാക്കിലോട്ട് മാറും. അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സുന്ദരിയാണ് ഈ ഒരു ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത്. നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് റോസിന് നമ്മുടെ ഗാർഡനിൽ അട്രാക്റ്റീവായിട്ട് നിർത്താൻ പറ്റും. ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള പ്ലാന്റ്സ് ഉള്ളതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആ ഒരു ബ്ലാക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കും. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല പോലെ തന്നെ ബ്ലൂം ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലാക്ക് റോസ്. ഇതിനെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടവും ലോഡിൽ നമുക്ക് ബ്ലാക്ക് റോസ് ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ബ്ലാക്ക് റോസിന് ഒരുപാട് എൻക്വയറീസ് വന്നു. പക്ഷെ നമുക്കത് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല, സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കാർട്ടിൽ നിന്നൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് ബ്ലാക്ക് റോസ് ഇത്തവണ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് റോസിന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്. ഏകദേശം ഒരു 50-60 തൈകൾ മാത്രമേ ബ്ലാക്ക് റോസിൻ്റെ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് റോസും പിന്നെ ടൈഗർ റോസൊക്കെ നമുക്കിപ്പം നമ്മുടെ ഈ ഒരു ലോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നാളെ വീഡിയോസൊന്നും അധികം അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നത് കാരണമാണ്. ഇപ്പോൾ ഏകദേശം കൊറിയറിൽ പഴയ ഓർഡേഴ്സ് ഇനി കുറച്ച് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഫ്രൈഡേ അവധിയായത് കാരണം നമുക്ക് കുറച്ച് കൊറിയറിൽ പെൻഡിങ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അന്നൊരു 100-150 പേർക്കുള്ള കൊറിയറും കൂടെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പഴയതെല്ലാം കംപ്ലീറ്റ് ആയേനെ. അപ്പോൾ അത് കാരണം നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മറ്റന്നാൾ നമുക്ക് കൊറിയർ പോകുന്ന ദിവസമാണ്. അന്ന് മാക്സിമം നമ്മുടെ ജമന്തി കോംബോ, അതുപോലെ തന്നെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീപ്പർ കോംബോ. ഇതൊക്കെ നമുക്ക് തിങ്കളാഴ്ച ദിവസം നമുക്ക് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആവുന്നുണ്ട്. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഇതിനകത്തുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ ഗാർഡനിലേക്ക് ആണോന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണൊന്നും കണ്ടു എന്ന് വരില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടാം. അതുമാത്രമല്ല ഇവിടെ വേറെ പണിക്ക് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡും അച്ഛനും ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നതിനാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഞാൻ വീഡിയോയ്ക്ക് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓൺ റൂട്ടഡ് ഏതാണ്, നാടൻ ബഡ്ഡിങ് ഏതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ടാണോ അത് കാണാതെയാണോ എന്നറിയില്ല. കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞാലും പിന്നെ അവർ ചോദിക്കുന്നുണ്ട് നാടൻ ഓൺ റൂട്ടഡ് കിട്ടുമോ, ഇത് നാടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നത് ഓൺ റൂട്ടഡ് ആണോ എന്നുണ്ടെങ്കിൽ ഓൺ റൂട്ടഡ് ആണോ എന്നും നാടൻ
നാടൻ ബഡിങ് ആണോ എന്നുള്ളതും പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. നമ്മുടെ ഈ ഒരു ഓർക്കിഡ് റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ലപോലെ തളിരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ടുള്ളത്. പിന്നെ ഉടനെ തന്നെ ഒരു ഓർക്കിഡ് റോസിൻ്റെ ഒരു ഓർക്കിഡ് റോസും 7 days റോസൊക്കെ വരുന്നൊരു കോംബോ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ യെല്ലോ റോസ്, പനിനീർ റോസിന് ചേച്ചി, പനിനീർ റോസിൻ്റെ ഒരു കോംബോ, അതുപോലെ തന്നെ 7 days, പിന്നെ നാടൻ മഞ്ഞ റോസ്, നാടൻ മഞ്ഞ മിനിയേച്ചർ, ഓറഞ്ച് മിനിയേച്ചറായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസിൻ്റെ ഒരു പ്ലാന്റ്സ് നമുക്ക് സെയിലുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഗാർഡനിൽ കുറച്ച് വർക്ക് കൂടെ നടക്കുകയാണ്. നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അറേഞ്ച് ചെയ്താൽ മാത്രമേ കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പേഷ്യൻ വൈറ്റ് ആണ് നമ്മുടെ കമ്മൽ റോസ്. ഇതും നിറയെ തൈകൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കടയിൽ നിന്ന് കൊറ്റമ്പള്ളി കീഴാറൂറാണ്. കീഴാറൂരിൽ പ്രോപ്പർ പ്ലേസ് വരുന്നത് അമ്പലത്തിൻകാലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാട്ടാക്കട എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം ഒരു 4 kilometer ഉണ്ടാവും. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിങ്കര പോകുന്ന റൂട്ടാണ്. അവിടെ നിന്ന് തൂങ്ങാമ്പാറ എന്നൊരു പ്ലേസിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പിന്നെ നമ്മുടെ വെള്ളറുടെ വഴിയിട്ടൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്ലാവൂരെത്തിയിട്ട് അവിടെ നിന്നുള്ള റോഡ് നമ്മുടെ പ്ലേസിലേക്ക് റീച്ച് ആവാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വാട്സപ്പിനകത്ത് കൊടുത്തേക്കാം. പിന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള റോസസ് എല്ലാം ഞാൻ വാട്സപ്പിൽ കാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളൊരു മെസ്സേജ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്രീറ്റിങ്സ് വരും. വെൽക്കം ടു ട്രാൻകൂർ ഗാർഡൻസ് എന്നിട്ടൊരു ഗ്രീറ്റിങ്സ് വരും. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. അതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റോസസിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ സൈഡിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അതിൽ പ്ലസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാർട്ടിൽ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ലാസ്റ്റ് നിങ്ങളൊരു 10 അല്ലെങ്കിൽ ഒരു 1, 2, 3 എത്ര ദിവസമാണോ നിങ്ങൾ എടുക്കുന്നത് അത്രയും നിങ്ങൾ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് തന്നെ നമുക്ക് സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ എൻ്റെ ചാറ്റിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയാണ് കാർട്ട് വഴിയിട്ട് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള റോസസൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോമ്പോയിലല്ല, നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഭയങ്കര രസമാണ് ഈ ഒരു റോസ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു റോസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് മാത്രം ഏകദേശം ഒരു 5 തൈകളെന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു തൈ ഉണ്ടോ, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30-40 തൈകളിൽ കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് വേണമെന്നുള്ളവർ വാട്സപ്പിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തത്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ള തൈകളാണ് കേട്ടോ. ഈ ഒരു റോസിൻ്റെത് മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഒരു വല്ലാത്തൊരു കളറാണ്, നമുക്കൊരു റെയർ ആയിട്ടുള്ളൊരു കളറാണ്. സെൻട്രൽ പോർഷനിൽ കണ്ട ആ ഒരു കളറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഡാർക്കും റെഡിഷും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ് സൈഡിലൊക്കെ വരിക കേട്ടോ. അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ അഹല്യ റോസ് കസിൻ ബ്രദറാണ് നെക്സ്റ്റ് ഉള്ളത്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ മാക്സിമം കോള് വിളിക്കാണ്ട് വാട്സപ്പ് ചെയ്യാൻ തന്നെ നോക്കുക കേട്ടോ. കാരണം വാട്സപ്പ് ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഒരു 10-11 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റും. നിങ്ങൾ കോള് വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് കണ്ടെന്നൊന്നും വരില്ല. അപ്പോൾ ചിലപ്പോൾ വിളിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല തിരിച്ച്. നമ്മൾ മാക്സിമം വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വോയിസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രീ ആവുന്ന ടൈം എനിക്കതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കൊറിയറിൻ്റെ തിരക്കാണ്. കൊറിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും ടൈം കിട്ടത്തില്ല നമുക്ക്. കൊറിയറിൽ തന്നെ നമ്മളിങ്ങനെ നിന്ന് പോകും. അതൊരു 3-4 മണി കഴിഞ്ഞാലേ കൊറിയർ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗാർഡനിൽ വെള്ളം ഒഴിക്കാനോ വളവും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള തിരക്ക്. പിന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് നമ്മുടെ വളം ഇപ്പോൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കുറച്ച് പേർക്ക് മാത്രമേ അധികം അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ സെയിലിനായിട്ട് നമ്മൾ വളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളായാലും എല്ലാം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വാട്സപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം എല്ലാ പേർക്കുള്ള അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് ഓൾറെഡി മേടിച്ചവർക്ക് അറിയാം. നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയർ ഇപ്പോൾ ഡിസ്പാച്ച് ആവുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചിയാണ്. ഇതിൻ്റെയും ഇഷ്ടംപോലെ തൈകൾ നമുക്കിപ്പം
സെയിലിനായിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേറൊന്നുമില്ല, ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്നുള്ളത് കാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് അയച്ചു തരാം. അതൊന്ന് നോക്കിയിട്ട് ഞാൻ എന്താണെന്നുള്ളത് റിപ്ലൈ തരും. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊന്നുമില്ല, കാർട്ടിൽ കയറുക. ഞാൻ കാർട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതിയാവും. അതുപോലെ നിങ്ങളുടെ റോസ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെല്ലാം ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.